നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പുതിയ മന്ത്രിമാരായി രാമചന്ദ്രൻ കടന്നൻപള്ളിയും കെ.ബി. ഗണേഷ് കുമാറും ഇന്ന് ചുമതലയേൽക്കുമ്പോൾ അറിയേണ്ടത് മന്ത്രിമാരുടെ വകുപ്പുകളിൽ വ്യാപക മാറ്റം ഉണ്ടാകുമോ എന്നാണ്. വൈകിട്ട് 4-ന് രാജ്ഭവനിൽ ഒരുക്കിയ പന്തലിലെ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീർഘകാലത്തിന് ശേഷം രാജ്ഭവനിൽ എത്തുകയുമാണെന്ന്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലെ ഇടപെടൽ എല്ലാം ഇന്ന് വലിയ ശ്രദ്ധയായി മാറും. ഇരുവരും ചർച്ചകൾ നടത്തുമോ എന്നതും നിർണായകമാണ്. ഏക MLA ആയുള്ള പ്രധാന ഘടകകക്ഷികൾ 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടാമെന്ന LDFിലെ ധാരണ അനുസരിച്ചാണ് മന്ത്രി പദവി വെച്ച് മാറ്റം നടത്തുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് കോൺഗ്രസ് S, കോൺഗ്രസ് B എന്നീ പ്രതിനിധികൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതിനിടെ ചില CPIM മന്ത്രിമാരും വകുപ്പ് മാറ്റത്തിന് താൽപര്യം അറിയിച്ചതായിട്ടാണ് വിവരം. അങ്ങനെ വന്നാൽ വകുപ്പുകളിൽ വ്യാപകമായ മാറ്റം ഇനി ഉണ്ടാകും. ആന്റണി രാജു വഹിച്ച ഗതാഗതം അടക്കമുള്ള വകുപ്പുകൾ ഗണേശിനും, അഹമ്മദ് ദേവർകോവിൽ വഹിച്ച തുറമുഖം അടക്കമുള്ള വകുപ്പുകൾ രാമചന്ദ്രൻ കടന്നൻപള്ളിക്കും ലഭിക്കുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ LDF മന്ത്രിസഭയിലും കടന്നൻപള്ളി തുറമുഖം വകുപ്പാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ കടന്നൻപള്ളിക്ക് തുറമുഖം കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഇതിനിടെ കടന്നൻപള്ളിക്ക് ദേവസ്വം നൽകണമെന്ന ചർച്ചയും സജീവമാണ്. മുൻപ് തുറമുഖവും ദേവസ്വവും കടന്നൻപള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. 900 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷണിതാക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണറുടെ വക ചായ സൽക്കാരമുണ്ടാകും. പുതിയ മന്ത്രിമാർ പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗം ജനുവരി 3-ന് ആരംഭിക്കും. 2 മന്ത്രിമാർ രാജിവെച്ചതിനാൽ ബുധനാഴ്ച പതിവ് മന്ത്രിസഭാ യോഗം ചേർന്നില്ല. നടൻ കൂടിയായ ഗണേഷ് കുമാർ UDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരിക്കെ വഹിച്ച സിനിമാ വകുപ്പ് കൂടി ലഭിക്കണമെന്ന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ സജി ചെറിയാനാണ് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ വകുപ്പ് മാറ്റം ഉണ്ടാകുമോ എന്നത് നിർണായകമാണ്. എന്തായാലും എല്ലാം മുഖ്യമന്ത്രി നേരിട്ട് തീരുമാനിക്കും. എന്തുകൊണ്ടാണ് വകുപ്പ് മാറ്റത്തിന് CPIM മന്ത്രിമാർ ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമല്ല. അങ്ങനെ വകുപ്പുകൾ മാറിയാൽ പോലും CPI മന്ത്രിമാർക്കിടയിലെ എന്ത് സംഭവിക്കൂ എന്നതും നിർണായകമാണ്. ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി ലഭിക്കണമെന്ന് കേരള കോൺഗ്രസ് B ആവശ്യപ്പെട്ടതിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. ഇന്ന് രാവിലെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം കൂടി ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ചീഫ് സെക്രട്ടറിമാരുടെ യോഗം ഉള്ളതിനാൽ ചീഫ് സെക്രട്ടറിയായ വേണു ചടങ്ങിനെത്തില്ല. പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ശാരദ മുരളീധരനാണ് പങ്കെടുക്കുക. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച ഔദ്യോഗിക വസതി തനിക്ക് വേണ്ടെന്നും വേണമെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും കെ.ബി. ഗണേഷ് കുമാർ അറിയിച്ചിട്ടുമുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് രാജ്ഭവനിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ പ്രത്യേക പന്തലിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. സോളാർ കേസിൽ ഉൾപ്പെടെയുള്ള പങ്ക് ചൂണ്ടിക്കാട്ടി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ മന്ത്രിയാകുന്നതിൽ പ്രതിപക്ഷം എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിക്ക് കത്തും അയച്ചിട്ടുണ്ട്. അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനവും.